ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചീരയും പരിപ്പും കടഞ്ഞത് ഉണ്ടാക്കിയല്ലോ. ചീരയും പരിപ്പും കടഞ്ഞതെന്ന് പറയുമ്പോൾ വലിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ നാടൻ ഒഴിച്ചേറിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചീരയും പരിപ്പും കടഞ്ഞത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിങ്ങനെ ഒരു പിടി പരിപ്പെടുത്തിട്ടുണ്ട്. ഇത് തൂരപ്പരിപ്പ് എടുക്കാം, മസൂർ ദാൽ എടുക്കാം. ഞാനിപ്പോൾ ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പരിപ്പെടുക്കാം, കടലപ്പരിപ്പ് എടുക്കരുത്. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 4-5 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലി 4-5 എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചീരയാണ്. ചീര 2 പിടി ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് 2 പിടി, അതിൽ കൂടുതൽ വേണ്ട. ചെറിയൊരളവിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ 1 കെട്ട് ചീര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപ്പെടുക്കുമ്പോൾ 1 കപ്പ് പരിപ്പെടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലി 10 എടുക്കുക, വലിയൊരു സവോള എടുക്കുക, അല്ലെങ്കിൽ 1.5 വലിയ സവോള എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഞാൻ തക്കാളി എടുത്തു വയ്ക്കാൻ മറന്നുപോയി, അപ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് കഴുകിയത് കുക്കറിലേക്ക് ചേർത്തിട്ട് പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത്, പരിപ്പിന് ആവശ്യമായ വെള്ളം ചേർത്ത് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. പരിപ്പ് മാത്രമാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പരിപ്പൊന്ന് 4 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിക്കുന്നത്. തൂരപ്പരിപ്പാണെങ്കിൽ 2 വിസിൽ വരെ. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഉടഞ്ഞ് കിട്ടണം, ആ രീതിയിൽ വേവിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ കടുക് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4-5 ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകണ്ട. സവോളയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് കുക്കായി തുടങ്ങിയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് കുക്കായി വരണ്ട. സവോള ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതും കൂടി സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളിയും അല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ട. തക്കാളിയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം. തക്കാളി ചേർത്തിട്ട് തക്കാളിയും ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വയ്ക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാമ്പാർ പൊടിക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിലും മുളക് പൊടി കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ, ഒരു ഹിഫ്ഡ് ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊന്ന് കുക്കായി വരണം. മൺചട്ടി ആകുമ്പോൾ വേഗം തന്നെ പൊടികൾ കുക്കായി തുടങ്ങും. പൊടികൾ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. ചീര ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചീരയിലേക്കൊന്ന് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയിലേക്ക് ആവി കയറി തുടങ്ങിയിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം. ഇത്രയും വെന്ത് വന്നാലേ പരിപ്പ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് കുറേ ഗ്രേവിയുള്ള കറിയല്ല കേട്ടോ, അതുകൊണ്ട് കുറേ വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ കുറച്ചുകൂടി ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്.
ഇപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ തേങ്ങ ചിരവിയതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീര പരിപ്പ് ഉടച്ച് കറി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ചീരയൊന്നും ഓവറായിട്ട് കുക്കായി പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ. വളരെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുപോലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.